Hi dear students, welcome to the new session of Marketing Management. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ആണ് ഇ കൊമേഴ്സ് ആൻഡ് ഇ മാർക്കറ്റിംഗ് എന്നുള്ളത്. കഴിഞ്ഞ സെഷനുകളിൽ എന്താണ് ഇ മാർക്കറ്റിംഗ് എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് ഇ കൊമേഴ്സ് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എം കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് എം കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ? എം കൊമേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിന് എല്ലാ സമയത്തും ഒരു ജോഗ്രഫിക്കൽ ലിമിറ്റ് ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ സമയത്തും അവർക്ക് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും അതുപോലെ തന്നെ വാല്യൂസും ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എം കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ എം കൊമേഴ്സിൻ്റെ ഈ ഒരു ഫെസിലിറ്റീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് എന്ത് ചെയ്യണം? മൊബൈൽ ഫോണുകളും അതേപോലെ തന്നെ സ്മാർട്ട് ഫോണുകളും പോർട്ടബിൾ നോട്ട് ബുക്സുകളും നെറ്റ് ബുക്സുകളും ഒക്കെ അവർ യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൊബൈൽ ഫോണും സ്മാർട്ട് ഫോൺസും പോർട്ടബിൾ നോട്ട് ബുക്സും ഉപയോഗിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുകയും അതിലൂടെ അവർക്ക് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യാനുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എം കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എം കൊമേഴ്സ് റെഫേഴ്സ് ടു എനി ട്രാൻസാക്ഷൻ വിത്ത് മോണിറ്ററി വാല്യൂ ദാറ്റ് ഈസ് കണ്ടക്റ്റഡ് ത്രൂ എ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. എം കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് നടത്തപ്പെടുന്ന ഏതൊരു മോണിറ്ററി വാല്യൂ ട്രാൻസാക്ഷനെയും നമുക്ക് എന്ത് പറയാം? എം കൊമേഴ്സ് എന്ന് പറയാം. അപ്പോൾ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ട് നടത്തപ്പെടുന്ന ഏതൊരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനെയും നമുക്ക് എന്ത് പറയാം? എം കൊമേഴ്സ് എന്ന് പറയാവുന്നതാണ്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് വൈഡർ റീച്ച്. ഇത് നമ്മൾ ഇ കൊമേഴ്സിലും അതുപോലെ ഇ മാർക്കറ്റിങ്ങിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വൈഡർ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നു. ഒരുപാട് കസ്റ്റമേഴ്സിലേക്കും ഒരുപാട് പിന്നെ പോപ്പുലേഷനിലേക്കും നമ്മുടെ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താൻ സാധിക്കുന്നു. കാരണം ഇവിടെ സ്മാർട്ട് ഫോണുകളും അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജോഗ്രഫിക്കൽ ലിമിറ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് വലിയൊരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് ലോവർ കോസ്റ്റ് ആണ്. ട്രാൻസാക്ഷൻ കോസ്റ്റും അതേപോലെ തന്നെ ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ് പോലെയുള്ള കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമത് കൺവീനിയൻസ് ആണ്. കസ്റ്റമേഴ്സിന് അവരുടെ പ്ലേസിൽ നിന്നുകൊണ്ട് അവരുടെ ഓൺ പ്ലേസിൽ നിന്നുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കുന്നു. സോ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് അവരുടെ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ഓർഡർ പ്രോസസ്സിങ്ങും അതേപോലെ തന്നെ ബൈയിങ്ങും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്നുകൊണ്ട് അവർക്ക് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ആക്സസിബിലിറ്റി ആണ്. കസ്റ്റമേഴ്സിന് വിർച്വൽ ആയിക്കൊണ്ട് ഏതൊരു സമയത്തും എവിടെ നിന്നുകൊണ്ടും ഏത് സമയത്തും അവർക്ക് പർച്ചേസ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനുമുള്ള ഒരു ഫെസിലിറ്റിയാണ് എം കൊമേഴ്സിലൂടെ നൽകുന്നത്. അവർക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ബ്രൗസ് ചെയ്യാനും നമ്മുടെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഓർഡറുകൾ നൽകാനും ആ ഓർഡറുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എം കൊമേഴ്സിലൂടെ നൽകുന്നുണ്ട്. സോ ആക്സസിബിലിറ്റി ആണ് മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. ഹൈ ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഈസി കണക്ടിവിറ്റി ആണ്. അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലേക്ക് മറ്റു ഡിവൈസുകളൊന്നും കണക്ട് ചെയ്യാതെ തന്നെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പിന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനും അതേപോലെ തന്നെ പേയ്മെൻറ്റ് നടത്താനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് എം കൊമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കമ്പനിയുമായിട്ട് ഒരു ഈസി ആയിട്ടൊരു കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് മറ്റുള്ള ഡിവൈസുകളുമായിട്ടും കണക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ എം കൊമേഴ്സിലൂടെ നൽകുന്നുണ്ട്. ലൈക്ക് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മറ്റു പേയ്മെൻറ്റ് ഡിവൈസുകളുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി എം കൊമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആറാമതായിട്ട് പറയുന്ന പേഴ്സണലൈസേഷൻ ആണ്. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും പ്രിഫറൻസുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ എം കൊമേഴ്സിലൂടെ നമുക്ക് സാധിക്കും. ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് എം കൊമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അത്തരത്തിൽ ഒരു പേഴ്സണലൈസേഷനിലൂടെ ഇൻഫർമേഷനും അതേപോലെ തന്നെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് കളക്ട് ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്യാനും സാധിക്കുന്നു. ദെൻ മറ്റൊന്ന് പറയുന്നത് ടൈം എഫിഷ്യൻ്റ് ആണ്. എം കൊമേഴ്സിലൂടെ നമ്മൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എക്സ്ട്രാ ഡിവൈസുകളുടെ ആവശ്യം വരുന്നില്ല. ലൈക്ക് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലാപ്ടോപ്പുകൾ നമ്മൾ ഓണാക്കി അത് ലോഡ് ആവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അല്ല, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ പിന്നെ ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയുമെന്നുള്ളതാണ്. സോ ടൈം എന്ത് ചെയ്യുന്നു? നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നു. ടൈം നമുക്ക് വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. So these are the advantages of M-commerce. The next disadvantages of M-commerce. First one പറയുന്നത് ലോ അക്സെപ്റ്റൻസ് റേറ്റ് ആണ്.
നമ്മുടെ മാർക്കറ്റിൽ പുതിയ പുതിയ ടെക്നോളജി വരുന്ന സമയത്തും അല്ലെങ്കിൽ പുതിയ മൊബൈൽ ഫോണുകളും അത്തരത്തിലുള്ള ഡിവൈസുകളും വരുന്നത് പലപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാറില്ല പോപ്പുലേഷൻ, അല്ലെങ്കിൽ പലപ്പോഴും അത് പബ്ലിക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അപ്പോൾ കൊമേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല ടെക്നോളജികളും പല ഡിവൈസുകളും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ലിമിറ്റഡ് കേപ്പബിലിറ്റീസ് ആണ്. നമ്മുടെ മൊബൈൽ ഡിവൈസുകൾക്ക് പല രീതിയിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റീസ് ആണ് ഉള്ളത്, അല്ലെ? അതിന് മറ്റു ഡിവൈസുകളുമായിട്ട്, ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പുമായിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറുമായിട്ടോ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾക്കും അല്ലെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള മറ്റു ഡിവൈസുകൾക്കും ഒരുപാട് ലിമിറ്റുകളുണ്ട്. ലൈക്ക് അതിൻ്റെ ഡിസ്പ്ലേ ചെറുതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതിൻ്റെ കേപ്പബിലിറ്റീസ് കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഹെട്രോജീനിറ്റി ആണ്. ഹെട്രോജീനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസുകൾ, നമ്മുടെ കയ്യിലുള്ള ഓരോ ആളുകളുടെ, ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലുള്ള ഡിവൈസുകളും ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. ഒരേപോലത്തുള്ള ഡിവൈസുകളല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്, അല്ലെ? ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ ഡിഫറൻ്റ് ആണ്. സോ ഇതിനെ എന്താ പറയുക, ഇതിനെ കോർഡിനേറ്റ് ചെയ്യൽ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന തെഫ്റ്റ് ഓർ ഡിസ്ട്രക്ഷൻ ആണ്. കൊമേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ തെഫ്റ്റ് മൂലമോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ മൂലമോ ഒക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് തെഫ്റ്റ് ഓർ ഡിസ്ട്രക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിലപ്പെട്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ഡാറ്റ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തെഫ്റ്റ്, ഡിസ്ട്രക്ഷൻ പോലെയുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസ് ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ, ലോ കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ്. ലോ കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സ് റിട്ടൻഷൻ റേറ്റ് ഈസ് വെരി ലോ. അത് കസ്റ്റമേഴ്സിന്റെ റിട്ടൻഷൻ, കസ്റ്റമേഴ്സ് ഈ ഒരു കൊമേഴ്സിൽ നിലനിൽക്കുന്നത് അത് വളരെ കുറവാണ് എന്നുള്ളതാണ്. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം, മറ്റു ഫീൽഡുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് മാറിപ്പോകുന്നു. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അവിടെ റിട്ടൈൻ ചെയ്യുന്നില്ല, നിലനിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ ഇതുപോലെയുള്ള മറ്റു പ്രോബ്ലംസും എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ലാക്ക് ഓഫ് സപ്പോർട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഇഷ്യൂസ്, അല്ല ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന കൊമേഴ്സ് മാർക്കറ്റിംഗ് പ്രാക്ടീസസ് ആണ്. മാർക്കറ്റിൽ കൊമേഴ്സിന്റെ ഭാഗത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ്, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എഫക്റ്റീവ് ടാർഗറ്റ് മാർക്കറ്റിംഗ്. കൊമേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഡാറ്റ മൈനിങ് ഓൺ കൺസ്യൂമർ ബിഹേവിയർ ഈസ് പോസിബിൾ. കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ, കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസ്, അവരുടെ ബൈയിങ് പാറ്റേൺ ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ അത്തരത്തിലുള്ള ഒരു ഡാറ്റ മൈനിങ്ങിന് നമുക്ക് കൊമേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടും അതേപോലെയുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആർ ഏബിൾ ടു ഷോപ്പ്, പ്ലേസ് ഓർഡർ ആൻഡ് പേ ത്രൂ മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കസ്റ്റമേഴ്സിന് ഷോപ്പ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും അതേപോലെ തന്നെ ഓർഡറുകൾ പ്ലേസ് ചെയ്യാനും അതുപോലെ തന്നെ പേയ്മെന്റ് നടത്താനും ഇന്ന് സാധ്യമാണ്. ദെൻ ടെക്സ്റ്റ് മെസ്സേജിങ്, അല്ലെ? കസ്റ്റമേഴ്സിലേക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളായിട്ട് എത്ര ആളുകളിലേക്കും ഏതൊരു സമയത്തും നമുക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റീസ് കൊമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാവലിംഗ് സെയിൽസ് പേഴ്സൺ ആർ ഏബിൾ ടു ട്രാക്ക് ഇൻഫർമേഷൻ. നമുക്കറിയാം ട്രാവലിംഗ് സെയിൽസ് പേഴ്സണൽസ് എന്ന് പറയുന്ന അവർ ഓഫീസിൽ ഇരിക്കുന്ന ആളുകളല്ല, അവർ ഓരോ സമയത്തും ഓരോ ദിവസത്തിലും ഓരോ സ്ഥലങ്ങൾ അവർ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത്തരത്തിലുള്ള ആളുകൾക്ക് ഏത് സമയത്തും എവിടെ ഇരുന്നു കൊണ്ടും അവരുടെ ഇൻഫർമേഷൻസ് ട്രാക്ക് ചെയ്യാനും അവരുടെ ക്ലയന്റുകളുടെ ഇൻഫർമേഷൻസ് ട്രാക്ക് ചെയ്യാനും കളക്ട് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് കൊമേഴ്സിലൂടെ സാധ്യമാണ്. ദെൻ മറ്റൊന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ എക്സെട്ര പോസിബിൾ ത്രൂ മൊബൈൽ ഡിവൈസസ്. മൊബൈൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ്സുകൾ നൽകാൻ സാധിക്കുന്നു. നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജിംഗ് ഫെസിലിറ്റീസ് അതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻസ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. സോ ഇതൊക്കെയാണ് കൊമേഴ്സ് മാർക്കറ്റിംഗ് പ്രാക്ടീസസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇ പേയ്മെന്റ് സിസ്റ്റം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൊബൈൽ ഫോൺസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അത്തരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയും. നമുക്ക് ബൈയിങ്ങും സെല്ലിങ്ങും തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് നടത്താൻ കഴിയും, ഓർഡറിങ് നടത്താൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും വരുന്ന ഒന്നാണ് പേയ്മെന്റ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ പേയ്മെന്റ്, അല്ലെ, നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. സോ ആ ഈ പേയ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. എന്താണ് ഇ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിക്കലി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇ പേയ്മെന്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് പേയ്മെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്.
The system are alternative cash or credit payment method using various electronic technologies to pay for goods and services in e-marketing. അപ്പോൾ ഈ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ഇ കൊമേഴ്സിൽ ഈ ബിസിനസ്സിൽ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗുഡ്സുകളും സർവീസുകളും ഈ ഗുഡ്സുകൾക്കും സർവീസുകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലക്ട്രോണിക് പേയ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്തുന്നു അല്ലെങ്കിൽ ക്രെഡിറ്റ് പേയ്മെന്റ് നടത്തുന്നതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇലക്ട്രോണിക് കൊമേഴ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാർക്കറ്റിംഗിൽ നമ്മൾ ഇലക്ട്രോണിക്കലി പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ ഇ പേയ്മെന്റ് സിസ്റ്റം ദർ ഈസ് നോ ഫിസിക്കൽ ഡെലിവറി ഓഫ് ക്യാഷ് ഓർ ചെക്ക്. ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ക്യാഷിന്റെയോ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ചെക്കിന്റെയോ ഡെലിവറി ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ അതിന്റെ പേയ്മെന്റും സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഇ പേയ്മെന്റ് സിസ്റ്റം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഇ പേയ്മെന്റ് സിസ്റ്റം. ഇ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പുകളാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. This is a computer-based system that facilitates the transfer of money or the processing of financial transaction between two financial institutions the same day or overnight. അപ്പോൾ രണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ നടത്തപ്പെടുന്ന ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. EFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആ ട്രാൻസ്ഫറിങ് നടക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, രണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഉള്ള ഒരു ട്രാൻസാക്ഷൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെക്നോളജി ഉപയോഗിച്ചിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് ഒരു ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സെയിം ഡേയിൽ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ട്രാൻസാക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള രണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. It is defined as any transfer of funds initiated through an electronic terminal, telephonic instrument or computer or magnetic tape. അപ്പോൾ മാഗ്നറ്റിക് ടാപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ടെലിഫോണിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഇലക്ട്രോണിക് ടെർമിനൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. Then so as to order, instruct or authorize a financial institution to debit or credit an account. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒന്നുകിൽ ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസും ഓർഡറുകളും അല്ലെങ്കിൽ ഒരു ഓതറൈസിങ്ങും നൽകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക്കലി നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ പേയ്മെന്റ്സ്, അതേപോലെ തന്നെ റീറ്റെയിലിംഗ് പേയ്മെന്റ്സ്, ഓൺലൈൻ ഇ കൊമേഴ്സ് പേയ്മെന്റ്സ്. ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ ഓർ ഹോൾസെയിൽ പേയ്മെന്റ്സ് ഒക്കെയാണ്, ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഓർ റീറ്റെയിൽ പേയ്മെന്റ്സ്, ATM-ലൂടെയുള്ള പേയ്മെന്റ്സുകളൊക്കെ അതിനകത്ത് വരും. അതേപോലെ തന്നെ ഹോം ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ പറയുന്നത്. രണ്ടാമത്തെ റീറ്റെയിൽ പേയ്മെന്റ്സ് ആണ്, അത് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ തന്നെ പ്രൈവറ്റ് ലേബൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചാർജ് കാർഡ്സ് തുടങ്ങിയിട്ടുള്ള കാർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിനെയാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. മൂന്നാമതായിട്ടുള്ള ഓൺലൈൻ ഇ കൊമേഴ്സ് പേയ്മെന്റ്സ് ആണ്, ടോക്കൺ ബേസ്ഡ് പേയ്മെന്റ്സ്, അതായത് ഇ ക്യാഷ്, ഇ ചെക്ക്, അതുപോലെ തന്നെ സ്മാർട്ട് കാർഡുകൾ, അതുപോലെ ഡെബിറ്റ് കാർഡുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം, അതായത് എൻക്രിപ്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സ്, തേർഡ് പാർട്ടി ഓതറൈസേഷൻ നമ്പർ, ഇങ്ങനെയുള്ള പിന്നെ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗപ്പെടുത്തി നടത്തുന്ന ട്രാൻസാക്ഷൻസിനെയാണ് ഓൺലൈൻ ഇ കൊമേഴ്സ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെന്റ് സിസ്റ്റം ആണ്. ഇലക്ട്രോണിക് ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ കറൻസി. ഒരു കറൻസിയുടെ ഒരു യൂണിറ്റിനെയാണ് നമ്മുടെ ഇലക്ട്രോണിക് ടോക്കൺ എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിജിറ്റൽ അനലോഗ് ഫോമിലുള്ള ഒരു യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ കറൻസി, അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ടോക്കൺ എന്ന് പറയുന്നത്. അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഫോർമാറ്റിൽ രൂപീകരിച്ചിട്ടുള്ള, അതും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേയ്മെന്റ് രീതിയാണ് ഈ ഇലക്ട്രോണിക് ടോക്കൺ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ കറൻസിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് 3 ടൈപ്പ് ആണ് ഇലക്ട്രോണിക് ടോക്കൺസ് വരുന്നത്. ക്യാഷ് ഓർ റിയൽ ടൈം, ഡെബിറ്റ് ഓർ പ്രീപെയ്ഡ്, ക്രെഡിറ്റ് ഓർ പോസ്റ്റ് പെയ്ഡ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ക്യാഷ് ഓർ റിയൽ ടൈം. ക്യാഷ് ഓർ റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ആർ സെറ്റിൽഡ് വിത്ത് ദ എക്സ്ചേഞ്ച് ഓഫ് ഇലക്ട്രോണിക് കറൻസി. ആൻ എക്സാമ്പിൾ ഓഫ് ഓൺലൈൻ കറൻസി എക്സ്ചേഞ്ച് ഈസ് ഇ ക്യാഷ്. ഇലക്ട്രോണിക് ക്യാഷ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് കറൻസി ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ ഇലക്ട്രോണിക് കറൻസി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് റിയൽ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ട്രാൻസാക്ഷൻ നടത്തി അത് സെറ്റിൽ ചെയ്യുന്നു, ആ ഒരു പേയ്മെന്റ് നമ്മൾ സെറ്റിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ക്യാഷ് ഓർ റിയൽ ടൈം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺലൈനായിട്ടൊരു കാര്യം നമ്മൾ പർച്ചേസ് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്, അതിന്റെ പേയ്മെന്റ് നമ്മൾ അപ്പോൾ തന്നെ റിയൽ ടൈമിൽ നമ്മളത് പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്യാഷ് ഓർ റിയൽ ടൈം എന്നുള്ള ഈ ഒരു ടൈപ്പിൽ പറയുന്നത്. രണ്ടാമത്തെ ഡെബിറ്റ് ഓർ പ്രീപെയ്ഡ് ആണ്. ഇവിടെ പറയുന്നത് നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ആക്സസ് ചെയ്യണം, നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് അതിന് പേയ്മെന്റ് കൊടുക്കാം അല്ലെ. അത്തരത്തിൽ നമ്മൾ വല്ല ബുക്കിംഗ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ബുക്കിംഗ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീപെയ്ഡ് ആണ്, നമ്മൾ മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മെത്തേഡിനെയാണ് ഡെബിറ്റ് ഓർ പ്രീപെയ്ഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. Then credit or postpaid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the server authenticates the customer and verify with the bank that funds are adequate before purchase. നമ്മൾ പർച്ചേസ് നടത്തുന്നതിന് മുമ്പ് തന്നെ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് നടത്താനുള്ള ഒരു ആഡിക്വസി അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ബാങ്കുമായിട്ട് അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ക്രെഡിറ്റിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ എടുക്കുന്ന സമയത്ത് നൽകുന്ന ഒരു സിസ്റ്റമാണ്, ഒരു പേയ്മെന്റ് സിസ്റ്റമാണ് ക്രെഡിറ്റ് ഓർ പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത്. അത് പോസ്റ്റ് പെയ്ഡ് മെക്കാനിസം ആർ ക്രെഡിറ്റ് കാർഡുകൾ അല്ലെ അത്തരത്തിലുള്ള ഇ ചെക്കുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൂന്നാമത്തെ ഒരു ടൈപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ റിയൽ ടൈമിൽ നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്തുന്നു. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അഡ്വാൻസ് ആണ് നമ്മൾ നൽകുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്റിലാണ് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. സോ നമ്മുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതിന്റെ ട്രാൻസാക്ഷൻസ് പിന്നീട് നടക്കുന്നുണ്ടായിരിക്കുക. ഇതാണ് 3 ടൈപ്പുകൾ ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് ഇ പേയ്മെന്റ് സിസ്റ്റത്തിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഇ മണി ഓർ ഇ ക്യാഷ്. ഇ പേയ്മെന്റ് സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇ ക്യാഷ് അല്ലെങ്കിൽ ഇ മണി എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമുക്കൊരു ടോക്കൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡ് തന്നെയാണ് ഇ മണി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും സ്മാർട്ട് കാർഡുകളും ഉപയോഗിച്ചും EFT അതുപോലെ തന്നെ ACH ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇ ക്യാഷ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇ ക്യാഷ് അല്ലെങ്കിൽ ഇ മണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്കുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഇ മണി അല്ലെങ്കിൽ ഇ ക്യാഷ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഇ പേയ്മെന്റ് സിസ്റ്റം ഒരു എസെൻഷ്യൽ റിക്വയർമെന്റ്സ്. അപ്പോൾ അങ്ങനെ ഇ പേയ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മിനിമം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് അറ്റോമിസിറ്റി ആണ്. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ മസ്റ്റ് ഒക്കൂർ കംപ്ലീറ്റ്ലി ഓർ നോട്ട് അറ്റ് ഓൾ. നമ്മുടെ ട്രാൻസാക്ഷൻ മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നടക്കണം, ഡെബിറ്റിങ്ങും ക്രെഡിറ്റിങ്ങും എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഓൾ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ മസ്റ്റ് എഗ്രി ടു ദ എക്സ്ചേഞ്ച്. ആ ഒരു ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ചിങ്ങിന് അതിൽ എന്തെല്ലാം പാർട്ടീസ് വരുന്നുണ്ടോ, ഏതെല്ലാം പാർട്ടീസ് വരുന്നുണ്ടോ, എല്ലാ പാർട്ടീസും അതിന് എഗ്രി ചെയ്തിരിക്കണം. ദെൻ 3 ഐസൊലേഷൻ. ഈച്ച് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ്. ഓരോ ട്രാൻസാക്ഷനും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കണം നടക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് 1 ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ റിവേഴ്സ് ചെയ്യപ്പെടാൻ സാധിച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇത് റിക്കവർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, അല്ലെ ഇപ്പൊ നമ്മൾ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിനൊരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിച്ചിരിക്കണം അല്ലെ. അത്തരത്തിലുള്ള ഒരു റിക്കവറി ചെയ്യപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഇതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായിട്ടും 4 റിക്വയർമെന്റ്സ് ആയിട്ട്, എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ആയിട്ട് പറയുന്നത്.